അസ്സലാമു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഈ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ബഹുമാന്യനായ ഷെയ്ഖ് സാഹിബ്, ഈ സമ്മേളനത്തിൽ നമ്മെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന നമുക്കെല്ലാം സുപരിചിതരായ വ്യക്തിത്വങ്ങളാണ്. ബഹുമാന്യനായ അലിയാർ ഖാസിമിസ്, ബഹുമാന്യനായ നൂർ സൈഡ് സാഹിബ്, ഇബ്രാഹിം ഖാൻ സാഹിബ്, CH റഹീം സാഹിബ്, പ്രസ്ഥാന നേതാക്കളായ മറ്റു ഉത്തരവാദപ്പെട്ട ഭാരവാഹികളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രൗഢോജ്വലമായ ഒരു പ്രഭാഷണത്തിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട MP ഇസ്ലാം സക്കാത്തുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടിനെ നമുക്ക് മുമ്പാകെ സുന്ദരമായി അവതരിപ്പിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽപ്പെട്ട മൂന്നാമത്തെ സ്തംഭമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങൾ ഓരോന്നിനും ആത്മീയമായ ഭാവമുള്ളതോടൊപ്പം തന്നെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ സൃഷ്ടിചരാചരങ്ങളും തമ്മിലുള്ള, അടിമയും തമ്മിലുള്ള വളരെ കൃത്യമായ ചില വ്യവഹാരങ്ങളുള്ളതോടൊപ്പം തന്നെ ഈ ആരാധനാകർമ്മങ്ങൾക്കെല്ലാം തന്നെ സാമൂഹികമായ മാനങ്ങളുമുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. നമസ്കാരം നാം 5 നേരം നിർവഹിക്കുന്ന ആരാധനാകർമ്മമാണ്. ആ 5 നേരത്തെ നമസ്കാരമാകുന്ന ആരാധനാകർമ്മം നിർവഹിക്കുമ്പോൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ വളരെ കൃത്യമായി പറയാൻ കഴിയും, മനുഷ്യർക്കിടയിൽ ജാതിയുടെയും അതുപോലെ തന്നെ വർഗത്തിൻ്റെയും പേരിൽ വ്യത്യസ്തമായ വിഭജനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യരൊന്നാണ് എന്ന ഉജ്ജ്വലമായ ഒരാശയത്തെ ഒരു ഇമാമിൻ്റെ പിറകിൽ നിന്നുകൊണ്ട് എല്ലാവരും മൗമൂമിയങ്ങളായി നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ ആ ആരാധനാകർമ്മം പ്രഖ്യാപിക്കുന്നുണ്ട്. വിശുദ്ധ ഹറമിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്ക്. ആ ഹറമിൽ എത്ര പ്രധാനികളുണ്ട്, അപ്രധാനികളുണ്ട് എന്ന് നമുക്ക് പറയുക സാധ്യമല്ല. ഇമാം നമസ്കാരത്തിന് വേണ്ടി ഇമാമത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിറകിൽ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ ജനവിഭാഗവും അണിനിരക്കുന്ന കാഴ്ച നമുക്ക് കാണാവുന്നതാണ്. ഇത് നോമ്പ് എടുത്ത് പരിശോധിച്ചാലും, സക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും, ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ഇതിനെല്ലാം ഇത്തരമൊരു സാമൂഹ്യമായ തലം കൂടി ഉണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആരാധനകൾ ഉൾപ്പെടെയുള്ള ആത്മീയമായ ആശയങ്ങൾക്ക് വരെ സമൂഹസ്പർശിയായ വ്യത്യസ്തമായ തലങ്ങൾ കൂടിയുണ്ട്, പഠിക്കേണ്ടുന്ന, മാതൃകയാക്കേണ്ടുന്ന എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ, അഭിമാനകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സക്കാത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സക്കാത്ത് വളരെ കൃത്യമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക നീതിയും സാമൂഹ്യ നീതിയും സാധിച്ചെടുക്കുന്ന ഉജ്ജ്വലമായ ഒരാശയമാണ് സക്കാത്ത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സക്കാത്തിന് സാധാരണഗതിയിൽ അർത്ഥം പറയാറുണ്ട്. വളർച്ച, അതുപോലെ തന്നെ ശുദ്ധീകരണം തുടങ്ങിയുള്ള അർത്ഥങ്ങളാണ് സക്കാത്തിന് സാധാരണ നിലയിൽ നൽകി വരാറുള്ളത്. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തു തൗബയിൽ പറയുന്നുണ്ട്, ഖുദ് മിൻ അംവാലിഹിം സ്വദഖത്തൻ തുതഹിറുഹും വതുസക്കിഹിം. നിങ്ങൾ അവരുടെ അടുക്കൽ നിന്ന്, അവരുടെ സമ്പത്തിൽ നിന്ന് സ്വതക്കയായിട്ട് എടുക്കുക. തുതഹിറുഹും വതുസക്കിഹിം, അതവരെ ശുദ്ധീകരിക്കും, അതവരെ സംസ്കരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രാധാന്യം പലയിടങ്ങളിൽ നമുക്ക് കണ്ടെത്താവുന്നതാണ്. നമസ്കാരം പറയുന്നിടത്തെല്ലാം അഖീമുസ്സലാത്ത എന്ന് നിങ്ങളോട് വിശുദ്ധ ഖുർആനിൽ 10-30 പരം സ്ഥലങ്ങളിൽ പറയുമ്പോൾ അഖീമുസ്സലാത്ത എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഉടനെ തന്നെ വആത്തുസ് സക്കാത്ത, നിങ്ങൾ സക്കാത്ത് നൽകുക എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിക്കുന്നതായി നമുക്ക് കണ്ടെത്താവുന്നതാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, വവൈലുൽ ലിൽ മുശ്രിക്കീനല്ലദീന ലാ യുഅ്തൂനസ് സക്കാത്ത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. സക്കാത്ത് നൽകാത്തവനെ വിശുദ്ധ ഖുർആൻ ഉപമിച്ചിരിക്കുന്ന സാമൂഹ്യ വിഭാഗം ഏത് സ്വഭാവത്തോടു കൂടിയുള്ളതാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരാളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, ഒരാളുടെ ആദർശവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ വിവേചനം കൽപ്പിക്കാൻ അനുവാദമില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകർന്നു
തന്ന, വളരെ നിർബന്ധമായും സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ആരാധനാകർമ്മങ്ങളുടെ ഭാഗമായ സുന്ദരമായ ആശയമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ തുടർന്ന് സക്കാത്ത് നിഷേധിക്കുന്ന ഒരു ജനത ഉയർന്നു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സന്തത സഹചാരികളിൽ ഏറ്റവും സഹൃദയത്വമുള്ള, അങ്ങേയറ്റം വിനയമുള്ള മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലാഹി ല ഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത്. നമസ്കരിക്കുന്ന ഒരു ജനത സക്കാത്ത് നിരാകരിച്ചപ്പോൾ ആ സക്കാത്ത് നിരാകരിക്കുന്ന ഘട്ടത്തിൽ അവരോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ തന്നെ സന്തത സഹചാരിയായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ, അങ്ങ് ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? നമസ്കരിക്കുന്ന ഒരു ജനതയോട് യുദ്ധം ചെയ്യാനുള്ള അങ്ങയുടെ ധൈര്യത്തിന്റെ പിന്നിലുള്ള പ്രചോദനം എന്താണ് എന്നൊരു വേള ചോദിക്കുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടിയാണ്, മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്തി അല്ലാഹി ലൗ ഖാതിലന. അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. ഫഇന്നൽ സകാത്ത ഹഖുൽ മാൽ. സകാത്ത് എന്ന് പറയുന്നത് ഒരാളുടെ സ്വത്തുമായി ബന്ധപ്പെട്ട, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഔദാര്യമല്ല, അത് അവകാശമാണ്. വല്ലാഹി ലൗ മനഊനി അഖാലൻ കാനൂ യുഅദ്ദൂനഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഹി. അല്ലാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ബൈത്തുൽ മാലിലേക്ക് നൽകാറുണ്ടായിരുന്ന ഒട്ടകത്തിന്റെ ഒരു ഉപകരണത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ട് പറഞ്ഞു, അതാണ് സകാത്തിന്റെ വകയിൽ തടയുന്നത് എങ്കിൽ, നിസ്സാരമായി തോന്നുന്ന അതാണ് തടയുന്നത് എങ്കിൽ അത് തടയപ്പെട്ടതിന്റെ പേരിൽ ഞാൻ യുദ്ധം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് സകാത്തിനെ ഇസ്ലാം കാണുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കാം. ആ വിവേചനം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നിങ്ങളാണ് പരിശോധിക്കേണ്ടത്. സകാത്തിനോടും അതുപോലെ തന്നെ നമസ്കാരത്തോടും നമുക്കൊരേ സമീപനമാണോ ഉള്ളത്? നമസ്കാരം നിർവഹിക്കാത്ത ഒരാളെ കുറിച്ച് നമ്മുടെ നിലപാടെന്താണ്? അയാൾ നമസ്കരിക്കാത്തവനാണ് എന്നാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അതോടുകൂടി അയാളോടുള്ള അകലം പാലിക്കുന്ന സമീപനം വരെ ഉണ്ടായിത്തീരാറുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും പറയാറില്ല അയാൾ നമസ്കരിക്കാത്തവനാണ് എന്ന് പറയുന്നത് പോലെ തന്നെ അയാൾ സക്കാത്ത് കൊടുക്കാത്തവനാണ് എന്ന് നമുക്ക് പറയാൻ കഴിയാറുണ്ടോ? അതിനെക്കുറിച്ചാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്ത. നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം പ്രഖ്യാപിച്ച ഒരു വിഭാഗത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അവർ ചെയ്ത തെറ്റ് നമസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ വിവേചനം കൽപ്പിച്ചു എന്നുള്ളതാണ്. ആ വിവേചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഉണ്ടായി പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് സക്കാത്ത് നിർവഹിക്കുന്നതിന് സിസ്റ്റമില്ല, നമുക്ക് സക്കാത്ത് നിർവഹിക്കുന്നതിന് വ്യവസ്ഥയില്ല, നമുക്ക് സക്കാത്ത് നിർവഹിക്കുന്നതിന് പ്ലാനിങ് ഇല്ല. നമ്മുടെ സക്കാത്ത് നിർവഹിക്കപ്പെടുന്നുണ്ട് എന്ന് മുസ്ലിം സമൂഹത്തിന്റെ സംഘടിതമായ ഒരു സംവിധാനത്തിനകത്തും ആലോചിക്കാറില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽപ്പെട്ട ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വളരെ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്, സിസ്റ്റമുണ്ട്. നമസ്കാരത്തെ കുറിച്ച് അഖീമുസ്സലാത്ത എന്ന് പറയുമ്പോൾ നമുക്ക് നമസ്കാരം നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായ ചിട്ടയും വ്യവസ്ഥയും നമുക്കുണ്ട്. എല്ലാ വിഭാഗത്തിനുമുണ്ട്. സുന്നി സമസ്ത വിഭാഗത്തിനുണ്ട്, ദക്ഷിണ കേരളക്കുണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിനുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ സ്വഭാവത്തോടുകൂടി പള്ളിയുണ്ട്. ആ പള്ളിക്ക് കമ്മിറ്റി ഉണ്ട്, ആ പള്ളിക്ക് ഇമാമുണ്ട്, ആ പള്ളിക്ക് ബാങ്ക് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. ഒരു ദിവസം സുബ്ഹിക്ക് ബാങ്ക് കൊടുത്തിട്ടില്ല എങ്കിൽ സുബ്ഹി നമസ്കാരത്തിന് വരാത്തയാളാണെങ്കിലും വന്നിട്ട് ചോദിക്കും, എന്താ സുബ്ഹിക്ക് ബാങ്ക് കൊടുക്കാത്തത് എന്ന്. അതിനർത്ഥം എന്താണ്? നമസ്കാരത്തിന് കമ്മിറ്റി ഉണ്ട്, നമസ്കാരത്തിന് സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം പാലിച്ചു പോരുന്നുണ്ട്. ഇനി നിങ്ങൾ അങ്ങോട്ട് നോമ്പിന്റെ കാര്യം എടുത്ത് പരിശോധിച്ചു നോക്ക്. നോമ്പ് ഉറപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയാണ്, പടച്ച റബ്ബേ ഈ റമദാനിനെങ്കിലും മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് ഒറ്റ ദിവസമാകണേ നോമ്പ് എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം എന്താ? നോമ്പുറപ്പിക്കാൻ നമുക്ക് കമ്മിറ്റി ഉണ്ട്, സിസ്റ്റമുണ്ട്, സംവിധാനമുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഹജ്ജിന്റെ കാര്യം എടുത്ത് പരിശോധിച്ചു നോക്കുക. ഹജ്ജല്ല ഇപ്പോൾ, ഹജ്ജ് ടൂർ പാക്കേജാണ്. ഹജ്ജ് ടൂർ പാക്കേജാണ്. ആർക്കൊക്കെല്ലാം ഉണ്ട്? എല്ലാവർക്കും ഉണ്ട്, എല്ലാ മതസംഘടനകൾക്കും, ഞാൻ ഉൾപ്പെടുന്ന എല്ലാ മതസംഘടനകൾക്കും ഉണ്ട്. അപ്പോൾ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാന സ്തംഭങ്ങളിൽ നമസ്കാരത്തിന് കമ്മിറ്റിയുണ്ട്, നോമ്പിന് കമ്മിറ്റിയുണ്ട്, ഹജ്ജിന് കമ്മിറ്റിയുണ്ട്, സക്കാത്തിന് കമ്മിറ്റി. പറയുമ്പോൾ എന്തേ സക്കാത്തിനോട് ഇത്ര വിവേചനം
നമുക്കുണ്ടാകുന്നത്, അപ്പോൾ സക്കാത്തിന്റെ കമ്മിറ്റിയില്ല. അത് സമ്പത്തിൽ കൈവെക്കുന്ന കാര്യമാണ്. അത് സിസ്റ്റം മാത്തമാറ്റിക്കായിട്ട് നമ്മുടെ നാട്ടിൽ നടപ്പാക്കുകയാണ് എങ്കിൽ ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും അസ്ഥിവാരമായി മാറുന്ന ഒന്നാണ്. സക്കാത്തിന്റെ അർത്ഥം പറഞ്ഞു വളർച്ചയാൻ, സമൂഹത്തിന്റെ വളർച്ചയാൻ, എന്റെ സമ്പത്തിന്റെ ശുദ്ധീകരണമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം നമസ്കാരത്തെ പോലെ, നോമ്പിനെ പോലെ, അതുപോലെ തന്നെ ഹജ്ജിനെ പോലെ സമകാലിക സമൂഹത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള സുന്ദരമായ പ്രതിനിധാനം ആഗ്രഹിക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം, ഈ കാലഘട്ടത്തിൽ ഇസ്ലാമോഫോബിയ ശക്തിപ്പെട്ട ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആവിഷ്കാരങ്ങൾ സമൂഹത്തിന് കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗന്ദര്യത്തോടുകൂടി ഒരു ബഹുസ്വര സമൂഹത്തിനകത്ത് നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുന്ന ആശയമാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത്. ആ ഒരു സ്വഭാവത്തോടുകൂടി നാം സക്കാത്തിനെ സമീപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബൈത്തുൽ സക്കാത്ത് കേരള ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ കേരളത്തിൽ മലയാളികൾക്കിടയിൽ രൂപപ്പെട്ടു വന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ കീഴിലുള്ള ഏതാണ്ട് 320ഓളം വീടുകൾ ഈ വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. എന്തിനാണ് ഇത് പറയുന്നത്? ഒരു പ്രചോദനമാകണം. ഒന്ന്. രണ്ട്, ഒരുപാട് ഉദാരരായ മനുഷ്യർ ഈ കേരളത്തിലെ മലയാളികളായ സുഹൃത്തുക്കളാണ് ഈ സക്കാത്ത് തരുന്നത്. അവർക്ക് അതുമായി ബന്ധപ്പെട്ട ബൈത്തുൽ സക്കാത്തിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് അത് സമൂഹത്തിന്റെ മുമ്പാകെ അതിന്റെ ഇത്തരത്തിലുള്ള കൃത്യമായ അക്കൗണ്ട് അതല്ലെങ്കിൽ അതിന്റെ വർക്ക് സമൂഹത്തിന്റെ മുമ്പാകെ പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് 320 വീടുകൾ ഏതാണ്ട് കഴിഞ്ഞ കാലങ്ങൾക്കിടയിൽ 5168 വീടുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ 320 വീടുകളുടെ പ്രഖ്യാപനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഈ സന്ദർഭത്തിൽ നിങ്ങളെ സാക്ഷി നിർത്തി ഞാൻ സമൂഹത്തെ മുമ്പാകെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി സമ്പത്ത് ചിലവഴിച്ച് സക്കാത്ത് കൊടുത്ത നിരവധി മനുഷ്യരുണ്ട്. അവരാരും എന്റെ കേൾവി വട്ടത്തില്ല എന്നെനിക്കറിയാം. നാഥ, അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകി അവർ അനുഗ്രഹിക്കണമേ എന്ന് ഈ സന്ദർഭത്തിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, വീട് എന്ന് പറയുന്നത്, ഒരുപാട് സക്കാത്ത് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് ഒറ്റക്കാണെന്ന് വെക്കുക. ആരുടെ പ്രശ്നമാണ് പരിഹരിക്കാൻ കഴിയുക? ഒരു സമൂഹത്തിന്റെ വളർച്ചക്ക്, ഒരു സമുദായത്തിന്റെ കമ്മ്യൂണിറ്റി എംപവർമെന്റിന് ഇതിനേക്കാൾ ഭേദപ്പെട്ട ഒരു സംവിധാനം നിങ്ങൾക്ക് നിർദ്ദേശിക്കുക സാധ്യമാണോ? കേരളത്തിലുള്ള മുസ്ലിം സമുദായം മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സക്കാത്ത് സംഘടിതമായി ശേഖരിച്ച അടിസ്ഥാന ആവശ്യങ്ങൾ നിരാകരിക്കപ്പെട്ട ജനതയുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ തീരുമാനിച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും ഒരു പൊതുസമൂഹത്തിന്റെയും എംപവർമെന്റിന് സക്കാത്തിനോളം പോകുന്ന മറ്റൊരു വ്യവസ്ഥിതിയെ നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. നമ്മൾ ആ രംഗത്തേക്ക് ഇറങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് വീടിനെ കുറിച്ച് എന്തെല്ലാം അടിസ്ഥാന ആവശ്യങ്ങൾ നിരാകരിക്കപ്പെട്ടവരാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഏറ്റവും പ്രധാനം വീട് എന്ന് പറയുന്നത് തന്നെ. നമുക്ക് വീടിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ വീടിനെ കുറിച്ചുള്ള സ്വപ്നം വളരെ വളരെ വലുതാണ്. എൻ്റെ വീടിന്റെ ഗാർഡനെ കുറിച്ച്, എൻ്റെ വീടിന്റെ ഗാർഡനിങ്ങിനെ കുറിച്ച്, ചുറ്റുമതിലിനെ കുറിച്ച്, മുറ്റത്തെ കുറിച്ച്, ടോയ്ലറ്റ് വാഷ്റൂമിനെ കുറിച്ച്, അതുപോലെ തന്നെ കിച്ചണെ കുറിച്ച്, ഡൈനിങ് ഹാളിനെ കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഞാൻ അതിന്റെ സൂക്ഷ്മ തലങ്ങൾ വരെ ഞാൻ ഓരോന്നും ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, വീടെന്നത് സ്വപ്നം കാണാൻ കഴിയാത്ത, മേൽക്കൂര എന്നത് സ്വപ്നം കാണാൻ കഴിയാത്ത, താഴിട്ട് പൂട്ടിയിട്ട് മക്കൾക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ കഴിയാത്ത എത്രയെത്ര സഹോദരീ സഹോദരന്മാർ നമുക്ക് ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിരാകരിക്കാൻ എളുപ്പമാണ്. എനിക്കില്ലേ ബാധ്യത, നമുക്കില്ലേ ബാധ്യത? ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ അഡ്രസ് ചെയ്യുക എന്ന് പറയുന്നത് ആ രാജ്യത്ത് ജീവിക്കുന്ന വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അടിയന്തരമായ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് അടിസ്ഥാന ആവശ്യങ്ങൾ നിരാകരിക്കപ്പെട്ട ഒരു ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് അവരുടെ സമ്പത്തിൽ നിന്ന് എടുക്കുക എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 4,32,000 ആളുകൾ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ജീവിതമാണ്, നമ്മൾ കൊണ്ടാടുന്ന ഒരു ജീവിതമാണ്. നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ ഉത്സവ കാഴ്ചക്കപ്പുറത്തേക്ക് നിങ്ങൾ ചേരികളിലേക്ക് പോവുക, നിങ്ങൾ തീരപ്രദേശങ്ങളിലേക്ക് പോവുക, നിങ്ങൾ മലയോര മേഖലകളിലേക്ക് പോകുക. അഥവാ 4,32,000 ആളുകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാത്രം ഭവനരഹിതരുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് തന്നെ ഏതാണ്ട് 1,58,000 വരുന്ന ആളുകൾ സ്വന്തം ഭൂമി പോലും ഇല്ലാത്തവരാണ്. അഥവാ മരിച്ചു കഴിഞ്ഞാൽ മറമാടാൻ, അതല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ നിൽക്കുന്ന മണ്ണ്, സ്വന്തം ചവിട്ടി നിൽക്കാൻ മണ്ണില്ലാത്ത 1,58,000 ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 1-2 ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഞങ്ങൾ എറണാകുളത്താണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ജിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ക്രൂരമായി പിച്ചു ചീന്തപ്പെട്ട
പ്രധാനപ്പെട്ട നമ്മുടെ ഈ ജില്ലക്കകത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു കാരണം നിങ്ങൾ പരതുമ്പോൾ തൻ്റെ നേരെ ഏതോ അർത്ഥത്തിൽ ഭ്രാന്തമായ കാമഭ്രാന്ത് മൂത്ത ഏതാനും ആളുകൾ കടന്നു വരുമ്പോൾ വാതിലൊന്ന് കുറ്റിയിട്ടിട്ട് താഴിട്ടിട്ട് അകത്ത് സുരക്ഷിതമായിട്ട് നിലവിളിക്കാൻ ആ കുട്ടിക്ക് ഒരു വീടുണ്ടായിരുന്നില്ല. ഇത് ഒരു ജിഷയുടെ കഥയല്ല. നിങ്ങൾക്കറിയില്ലേ, വാളയാറിൽ 2 പെൺകുട്ടികളാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ഒന്ന് 8 വയസ്സുള്ള പെൺകുട്ടി, മറ്റൊന്ന് 11 വയസ്സുള്ള പെൺകുട്ടി. ഈ 8 വയസ്സുള്ള പെൺകുട്ടിയും 11 വയസ്സുള്ള പെൺകുട്ടിയും താമസിച്ച വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട ഒരു വീട്. അക്രമികൾ ആ കുട്ടികളുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന സന്ദർഭത്തിൽ ആ കൊച്ചുകുട്ടികളെ പിച്ചു ചീന്തിയത് ഈ വീടിനകത്ത് വെച്ചാണ് എന്ന് നിങ്ങൾ അറിയണം. എവിടെയാണ് നമ്മൾ വളർച്ചയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്? ഒരൊറ്റ ഉദാഹരണം കൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകാം, താനൂരിൽ ഒരു ബോട്ടപകടം നടന്നു. ആ ബോട്ടപകടത്തിൽ നമ്മുടെയൊക്കെ കണ്ണുകളെ ഈറനണിയിച്ച ഒരു സംഭവമാണ്. ആ താനൂർ കടപ്പുറത്ത് ഒരു കൊച്ചു വീടിന്റെ തറയിൽ, അഥവാ പൂർത്തീകരിക്കാത്ത ചുമര് വെക്കാത്ത പഴകിയ ഒരു തറക്ക് മുകളിൽ 9 മൃതദേഹം വെച്ചിട്ടുണ്ടായിരുന്നു. 9 ജനാസ, അഥവാ താനൂരിലെ മത്സ്യത്തൊഴിലാളിയായ കുന്നുമ്മൽ സൈദലവിയുടെ കുടുംബം. ആ കുന്നുമ്മൽ സൈദലവിയുടെ ഭാര്യയും മക്കളും, അദ്ദേഹത്തിന്റെ അനുജൻ നസീറിന്റെ ഭാര്യയും മക്കളും, അഥവാ 2 ഭാര്യമാരും അതുപോലെ തന്നെ 7 മക്കളും ഉൾപ്പെടെ 9 മൃതദേഹം അങ്ങ് നിരത്തി വെച്ചിരുന്നു. അപ്പോഴാണ് മലയാളി അറിയുന്നത്, ആ പെരത്തറയുടെ അടുത്ത് ഒരു കൊച്ചു കൂരയുണ്ട്, അഥവാ ഓലയുടെ തടുക്കുമോണ്ട് മേഞ്ഞ ഒരു കൊച്ചു കൂര. ആ കൂരക്കകത്താണ് ഈ കുടുംബം താമസിച്ചിരുന്നത് എന്ന്. അവർക്ക് റൂമുകളില്ല, അവർക്ക് കതകുകളില്ല, അവർക്ക് ജനാലകളില്ല. അവർ ആ കൂരക്കകത്ത് താമസിക്കുമ്പോൾ അവരുടെ സ്വപ്നമായിരുന്നു, അവരുടെ പ്രതീക്ഷയായിരുന്നു ഈ പറയപ്പെട്ട തറ എന്ന് പറയുന്നത്. അവസാനം അവർക്ക് മുകളിൽ നമ്മൾ മീസാൻ കല്ല് വെച്ച നമ്മൾ സങ്കടപ്പെട്ടോ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്ക് ബാധ്യതയില്ലേ? നമുക്ക് ബാധ്യതയില്ല എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക? ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റും ജീവിക്കുന്നുണ്ട്. അഥവാ പേമാരി പെയ്യുമ്പോൾ, ആകാശത്ത് ഇടിമുഴക്കം കേൾക്കുമ്പോൾ, കാറ്റും കോളും വരുമ്പോൾ കൊച്ചു പെൺകുട്ടികളെ ചേർത്ത് പിടിച്ചിട്ട് തൊട്ടടുത്ത വീടിന്റെ സിറ്റ് ഔട്ടിൽ പോയിട്ട് അന്തി ഉറങ്ങുന്ന അമ്മമാരുടെ നാട് കൂടിയാണ് നമ്മുടെ നാട് എന്ന കാര്യം നമുക്ക് വിസ്മരിക്കുക സാധ്യമാണ്. പ്ലാസ്റ്റിക് ഷീറ്റിന് കീഴിൽ കഴിഞ്ഞുകൂടുന്ന, ഷട്ടർ ഒന്ന് താഴ്ത്തിയതിനു ശേഷം കടത്തുന്നഴിവിൽ പോയി കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ഉമ്മമാരും അമ്മമാരുമുള്ള മലയോര മേഖലയും തീരദേശ മേഖലയും നമുക്ക് ചുറ്റുമുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കാലത്ത് ഏറ്റവും ഉജ്ജ്വലമായ സ്വഭാവത്തിൽ ഇസ്ലാമിന്റെ സുന്ദരമായ സക്കാത്തിന്റെ ആവിഷ്കാരം നമുക്ക് നിർവഹിക്കാൻ സാധ്യമാണോ എന്നാണ് കാലം നമ്മോട് ചോദിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യമെടുക്കാം, എഡ്യൂക്കേഷന്റെ കാര്യമെടുക്കാം. പണിയില്ല, പണമില്ലാത്തതിന്റെ പേരിൽ മാത്രം നല്ല പൊട്ടൻഷ്യലുള്ള കുട്ടികൾ, പുതിയ കുട്ടികൾ നമ്മൾ പഴയതുപോലെയല്ല, നല്ല പൊട്ടൻഷ്യലുള്ള കുട്ടികൾ പീപ്പിൾസ് ഫൗണ്ടേഷന്റെയും ബൈത്തു സക്കാത്തിന്റെയും ഒരുപാട് അപേക്ഷകളുടെ മുമ്പിൽ പലപ്പോഴും നിറകണ്ണുകളോടുകൂടി ഷെയ്ഖ് സാഹിബ് എന്നെ കാണുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, മുജീബ് സാഹിബ്, അപേക്ഷകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഉറക്കം നഷ്ടപ്പെട്ടു പോവുകയാണ്. ആവശ്യങ്ങളുടെ മലവെള്ളപ്പാച്ചിലിന് മുമ്പിൽ നിസ്സഹായമായി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്കുക. എൻ്റെ അച്ഛന് ക്യാൻസർ ആണ്, എൻ്റെ അമ്മയ്ക്ക് കിഡ്നി പേഷ്യൻ്റ് ആണ്, ഞങ്ങൾ വാടക വീട്ടിലാണ്. നിങ്ങൾ ഒരൊറ്റമുറി വീട് തന്നാൽ, അധികം വേണ്ട, 350 സ്ക്വയർ ഫീറ്റിന്റെ ഒരൊറ്റമുറി വീട് തന്നാൽ എൻ്റെ അച്ഛന് സ്വന്തം വീട്ടിൽ അന്ത്യശ്വാസം വലിക്കാമായിരുന്നു എന്ന് പറയുന്ന ഒരു അപേക്ഷയ്ക്ക് മുമ്പിൽ നമ്മൾ എന്താണ് സുഹൃത്തുക്കളെ പറയുക? നമ്മുടെ ഒരു ടോയ്ലറ്റിന് നീക്കി വെക്കുന്ന പണമാണ് ഒരൊറ്റമുറി വീടിന്റെ പണം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കേരളത്തിൽ നമ്മളറിയാത്ത ഒരു മലയാളി ജീവിതം എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ സക്കാത്ത് കൊണ്ട് ഒരു ജനതയുടെ അടിസ്ഥാന ആവശ്യം പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ എങ്കിൽ ഉള്ളവനിൽ നിന്നെടുത്ത നിങ്ങൾ ഇല്ലാത്തവരിലേക്ക് കൊടുക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത്. എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ സമയക്കുറവ് മുതൽ ഞാൻ പറയുന്നില്ല. ഡയാലിസിസ് പേഷ്യന്റ്, എനിക്കൊന്ന് ഷെയ്ഖ് സാഹിബ്, ഏറ്റവും കൂടുതൽ വരുന്ന പേഷ്യൻസ് ഇന്ന് ഡയാലിസിസ് പേഷ്യൻസ് ആണ്. അഥവാ കിഡ്നി നഷ്ടപ്പെട്ടിട്ട് എന്നിട്ട് ചികിത്സ തുടങ്ങിയിട്ട് അവസാനം വീടിന്റെ ആധാരം പണയപ്പെടുത്തിയിട്ട് വീട് ജപ്തി ചെയ്തു പോണ ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് വേണോ? ആ ലിസ്റ്റ് തരാൻ സന്നദ്ധമാണ്. അത്തരത്തിലുള്ള നിരവധി അപേക്ഷകളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നേരത്തെ ഷെയ്ഖ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ എൻ്റെ സ്വർഗം പള്ളിയിൽ മാത്രമല്ല ഉള്ളത്. അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യരായ അടിയാറുകളോടുള്ള എൻ്റെ ബാധ്യതാ നിർവഹണത്തിൽ, പടച്ചവന്റെ പടപ്പുകളോടുള്ള ബാധ്യതാ നിർവഹണത്തിലൂടെയാണ് ഞാൻ എൻ്റെ സ്വർഗം കണ്ടെത്തേണ്ടത്. നിറകണ്ണുകളോടുകൂടി അന്തി ഉറങ്ങുന്ന മനുഷ്യരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഞാൻ എൻ്റെ സ്വർഗത്തിലേക്കുള്ള വഴിത്താര വെട്ടിത്തെളിയിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇസ്ലാമോഫോബിയ കാത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വംശീയത കത്തുന്ന ഒരു ലോകത്ത് ദേശമല്ല, അഥവാ ദേവന്മാർ
ദേവന്മാരല്ല, ഇനി ദേശത്തിലേക്ക്, രാമനല്ല രാമരാജ്യത്തിലേക്ക് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. അഥവാ വിദ്വേഷാഗ്നി കാളിക്കത്തുന്ന ഒരു ലോകം, വംശീയാഗ്നി ആളിക്കത്തുന്ന ഒരു ലോകം. ഇത്തരം ഒരു ലോകത്ത് ഞാൻ പറയുക, വലാ തസ്തബിൽ ഹസനത്തു വല സയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. ഞാൻ വളരെ ഹൃദയം തുറന്ന് എൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നു, ആ വെറുപ്പിന്റെ കാട്ടുതീയെ നമുക്ക് സ്നേഹത്തിന്റെയും ആദർശത്തിന്റെയും ആ ആദർശത്തിന്റെ സുന്ദരമായ ആവിഷ്കാരങ്ങളിലൂടെയും ജനഹൃദയങ്ങളിലേക്ക് ഇസ്ലാമിന്റെ സുന്ദരമായ പ്രതിനിധാനങ്ങളിലൂടെയും നമുക്കതിനെ അണക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. അതാണ് ബൈത്തുൽ സക്കാത്ത്, അഥവാ വിശക്കുന്നവർക്ക് ആഹാരമായി, ദാഹിക്കുന്നവർക്ക് ദാഹജലമായി, രോഗികൾക്ക് ചികിത്സയായി, വീടില്ലാത്തവന് കാരുണ്യത്തിന്റെ മേൽക്കൂരയായി, നിരക്ഷര ജനതക്ക് അക്ഷരഖനിയായി, ഉപജീവനത്തിന് വഴിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം തൊഴിലുപാധിയായി, മാത്രമല്ല ജീവിതം പെരുവഴിയിലും പൊരുവയിലെത്തും കടന്ന് കഷ്ടപ്പെടുന്ന വൃദ്ധന ജനതയ്ക്ക് വേണ്ടി യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തോളം വിശാലമായ ക്യാൻവാസിലേക്ക് ഇസ്ലാമിന്റെ സുന്ദരമായ സക്കാത്ത് എന്ന് പറയുന്ന ആശയത്തെ വളർത്തിയെടുത്തു എന്നുള്ളതാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ബൈത്തുൽ സക്കാത്ത് സമകാലിക സമൂഹത്തിൽ നിർവഹിച്ച ദൗത്യമെന്ന് വളരെ എളിയ മനസ്സോടുകൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു, ഒരൊറ്റ കാര്യം കൂടി ഉണർത്തിക്കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. സക്കാത്ത് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക, യാചകനെ സൃഷ്ടിക്കാനുള്ളതല്ല. സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്സത്തുള്ള ഒരു ജനതയെ രൂപപ്പെടുത്താനാണ്. സക്കാത്ത് യാചകനെ സൃഷ്ടിക്കാനുള്ളതല്ല. സക്കാത്ത് എന്ന് പറയുന്നത് ഇസ്സത്തുള്ള ഒരു ജനതയെ വളർത്തിയെടുക്കാനുള്ളതാണ്. അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകന്റെ മുമ്പിൽ വന്നുകൊണ്ട് കൈനീട്ടിയ പ്രവാചകന്റെ കാലഘട്ടത്തിലെ ഒരു സുഹൃത്തിനോട് അള്ളാഹുവിന്റെ റസൂൽ നാണയത്തൊട്ടുകൊണ്ടല്ല പ്രതികരിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഴ കൊടുത്തിട്ട് ഉപജീവന മാർഗം തേടാനാണ്. സമകാലിക സാമൂഹ്യ സാഹചര്യത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിരാകരിക്കപ്പെട്ട ജനവിഭാഗത്തിന് 14 നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുമ്പിലേക്ക് കൈനീട്ടിയ തന്റെ സന്തത സഹചാരിക്ക് മഴ വെച്ചു കൊടുത്തതുപോലെ ഈ കാലഘട്ടത്തിൽ അവന്റെ ഉപജീവന മാർഗം കൈമാറുന്നതിന്റെ പേരാണ് സക്കാത്ത് എന്ന് പറയാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആ അർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ സുന്ദരമായ ആവിഷ്കാരം എന്ന് പറയുന്നത് ആരാധനക്കപ്പുറം നമ്മുടെ ജീവിതത്തിന്റെ നിഖല മേഖലകളിൽ വളരെ സൗന്ദര്യത്തോടു കൂടി നമുക്ക് പ്രതിനിധീകരിക്കാൻ നമ്മുടെ മുമ്പിലുണ്ട്. അതിനുള്ള സർഗാത്മകത, അതിനുള്ള ക്രിയേറ്റിവിറ്റി, അതിനുള്ള സംഘടിത സ്വഭാവം നമുക്കിനിയും വളർത്തിയെടുക്കേണ്ടതുണ്ട്. നമുക്കിടയിൽ ഇനിയും വളർന്നു വരേണ്ടതുണ്ട്. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.